എല്ലാവർക്കും വന്ദനം. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ചില ധ്യാന ചിന്തകൾ ആ വേദഭാഗത്തു നിന്ന് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഈ എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ലേഖനമാണല്ലോ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എത്രത്തോളം ഉണ്ട് എന്നവരറിയണം എന്നുള്ളൊരു ലക്ഷ്യം ഈ ലേഖനത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഭൂതകാല പ്രവർത്തനവും വർത്തമാനകാല പ്രവർത്തനവും ഭാവികാല പ്രവർത്തനവും നമ്മെ ഓർമ്മപ്പെടുത്തുകയും അതിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ 17 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ ഈ വിഷയം ഒന്നും കൂടെ താൻ ദൈവസേനയിൽ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പൗലോസിൻ്റെ പ്രാർത്ഥന, ദൈവമേ ഈ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് അവിടുത്തെ വിളിയുടെ ഉദ്ദേശം അവർ തിരിച്ചറിയണം, അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവരൊന്ന് അറിയണം, അവരുടെ അവകാശത്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ള ആ ധനം, അതിൻ്റെ മഹത്വം അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരൊന്ന് അവരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയിലൂടെ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തീയ ലോകത്ത് വലിയ സംഭാവന ചെയ്ത ഒരു ദൈവമനുഷ്യനാണ് ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയാണ്: ലോകത്തിലെ ആളുകൾ വിശ്വാസികളെ നോക്കി പറയുന്ന ഒരു സങ്കടകരമായ കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ഇങ്ങനെ ആയിരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ലോകത്തിലെ ആളുകൾ നമ്മെക്കുറിച്ച് പറയേണ്ടത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് മുമ്പിൽ ഒരു വ്യത്യസ്ത മനുഷ്യരാണ്, അല്ലെ വ്യത്യസ്ത ജീവിതം നയിക്കുന്നവരാണ് എന്ന് നമ്മെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ സമ്പത്തിനെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിളിയുടെ പിന്നിൽ എന്തെല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു, നാം ഇന്ന് ക്രിസ്തുവിൽ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ പ്രതീക്ഷകളും തീരുമാനങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകം വിലമതിക്കുന്ന ഭൗതിക അഭിവൃദ്ധികളും ഉയർച്ചകളും ലോകം വിലമതിക്കുന്ന നേട്ടങ്ങളുമാണ് നമ്മുടെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ താല്പര്യമെങ്കിൽ ലോകമനുഷ്യരുമായിട്ട് നമുക്ക് വലിയ വ്യത്യാസമൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണുകയില്ല. നമ്മൾ ആ സഭയിൽ പോകാതെ വേറെ സഭയിൽ പോകുന്നു, നമ്മൾ എന്തെങ്കിലും മറ്റു ചില ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യാസമുണ്ടെന്നൊന്നും ഉണ്ട് എന്നുള്ളതൊന്നും പ്രകടമായൊരു മാറ്റമല്ല. അതുകൊണ്ട് ഈ ലേഖനത്തെക്കുറിച്ച് A.T. പിയേഴ്സ് എന്ന് പറഞ്ഞ ദേവദാസൻ പറഞ്ഞത്, ഇത് പൗലോസിൻ്റെ 3-ാം സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു ലേഖനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം സ്വർഗം എന്നുള്ള വാക്ക് ഈ ലേഖനത്തിൽ പല ആവർത്തി ഉപയോഗിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാം പിന്നെ ഒന്നായി ചേർക്കും, സ്വർഗത്തിലെ സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായ ദൈവം. അപ്പം ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങൾ ഈ ലേഖനത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ഈ വായിച്ച ഈ വേദഭാഗത്ത് നിന്ന് 3 ചിന്തകൾ നമുക്ക് മുമ്പിലുള്ള സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചില വിശേഷതകളെക്കുറിച്ച്, അല്ലെ സവിശേഷതയെക്കുറിച്ച് പറയാം എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സകലരെ അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഈ പ്രകൃതിയെയും സൃഷ്ടിയെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ജലജന്തുക്കൾ, അതുപോലെ തന്നെ പർവ്വജാതികൾ, അതുപോലെ തിമിംഗലങ്ങൾ,
അതുപോലെ തന്നെ ജീവജന്തുക്കൾ, ഇവയൊക്കെ ദൈവം സൃഷ്ടിച്ചിട്ട് അവയെ അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആദവനെയും അഹൂവയും ദൈവം സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നീട് ദൈവം അബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വിളിക്കുന്നു, ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നു. എന്നിട്ട് ആ വ്യക്തിയിലൂടെ അവൻ്റെ വംശത്തെയും അതുപോലെ അവനിലൂടെ മറ്റ് എല്ലാ സർവ്വജാതികളെയും അനുഗ്രഹിക്കുന്നു എന്നാണ് ദൈവം അവിടെ പറയുന്നത്. അപ്പോൾ എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് തർക്കമേതുമില്ലല്ലോ എന്ന് നമ്മൾ വായിക്കുന്ന പോലെ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് എപ്പോഴും ഉയരത്തിൽ നിന്ന് താഴേക്ക് വരികയാണ്. അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ മറ്റു ചില വേദഭാഗങ്ങൾ വായിക്കുന്നത് അവൻ ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിപ്പിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മത്തായി 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നു, ദൈവം സകല ജാതികളെയും തൻ്റെ വഴിയിൽ നടക്കുമാറാക്കി, അവൻ ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ആഹാരങ്ങളൊക്കെ നൽകി. ദൈവം അങ്ങനെ മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കാൻ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം ദൈവം മനുഷ്യർക്ക് നൽകാതിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ അവിടെ ഇവിടെയായി ചില ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവമില്ല, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ, ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറയാനുണ്ടെങ്കിലും എത്രയോ നിരന്തരമായ നന്മകൾ ദൈവം ഈ ലോകത്തിൽ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നൽകപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകണം അല്ലെ ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് തൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ അത് അനുഗ്രഹം ലഭിക്കുന്ന മനുഷ്യരെങ്ങനെയുള്ളവരായിരുന്നാലും ദുഷ്ടന്മാർ നല്ലവരായതുകൊണ്ടോ നീതികെട്ടവർ നീതിവാന്മാരായതുകൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിന് ദൈവത്തിന് അവർ മഹത്വം കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ദൈവം ആ അനുഗ്രഹം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു സമയം വരെയും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ബൈബിൾ നമുക്ക് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പം ബൈബിളിലെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ പൊതുവെ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് 2 വശമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്ന് ഭൗതികമായ ഒരു വശമായതിനുണ്ട്, മറ്റ് ആത്മീകമായ ഒരു വശമുണ്ട്. അപ്പം ഭൗതികമായ തലത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ തൻ്റെ സൃഷ്ടികൾക്ക് ദൈവം അനുഗ്രഹം നൽകുന്നു. എന്നാൽ ഈ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം, ആകാശത്ത് നിന്ന് ദൈവം മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവർക്ക് മരുഭൂമിയിൽ മന്നയും തീക്കൽ പാറയിൽ നിന്ന് വെള്ളമെല്ലാം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത് ദൈവം അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ്. ഒരു വശത്ത് ദൈവ അനുഗ്രഹം ചൊരിയുമ്പോൾ തന്നെ ദൈവം അത് കൊടുക്കുമ്പോഴും അത് സ്വീകരിക്കുന്ന വ്യക്തിയിൽ ദൈവം പ്രസാദിക്കണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ള ഭൗതിക അനുഗ്രഹം ലഭിക്കുന്ന ആളുകളെല്ലാം ദൈവത്തിന് സ്വീകാര്യമായി ജീവിച്ച മനുഷ്യരാണ് എന്ന് യാതൊരു ഉറപ്പും അതിനില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നര വിശ്വാസികളൊന്നും അല്ലെന്ന് നമുക്കറിയാം. അദാനി അംബാനിയൊക്കെ ദൈവത്തിൽ പ്രസാദം ഉണ്ടായിട്ടാണ് അവരുടെ കയ്യിലേക്ക് ഈ സമ്പത്ത് മുഴുവൻ ദൈവം കൊടുത്തതെന്ന് ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദാസനായ മോശ ഒരിക്കൽ നീ പാറയോട് കൽപ്പിക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ജനത്തിൻ്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി മോശയ്ക്കും ഒരു തെറ്റുപറ്റി. ആ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് പാറയെ അടിച്ചു. ദൈവത്തിൻ്റെ പ്രസാദകരമായൊരു കാര്യമേ ആയിരുന്നില്ല. പക്ഷേ വെള്ളം അവിടെ ധാരാളം പുറപ്പെട്ടു, ജനങ്ങളെല്ലാം കുടിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ചൊരിഞ്ഞു. അപ്പം വിശ്വാസികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ദൈവത്തിന് പ്രസാദമില്ലെങ്കിൽ പോലും ദൈവം അവരെ ചിലപ്പോൾ അനുഗ്രഹിച്ചു എന്നിരിക്കും. അത് ദൈവം അവരെ അംഗീകരിച്ചു, സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു മുദ്രയായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു പറയുമ്പോൾ അത് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താലാണ് എന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ എപ്പോഴും വിശ്വാസികളുടെ അനുഗ്രഹത്തിന്, ഒരു ആത്മീയ അനുഗ്രഹത്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് കഴിയും. എന്താണ് ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? ആത്മാവിനോട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആത്മാവിനെ ബാധിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ള നിലയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ ഉള്ള അനുഗ്രഹം എന്നാണ്. സ്വർഗം എന്നുള്ള ആ വാക്ക് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പ്രധാനമായിട്ടും ദൈവം വസിക്കുന്ന ഇടം, സ്വർഗത്തിലെ ദൈവം എന്നുള്ള പ്രയോഗം ബൈബിൾ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠമാണ്. മാത്രമല്ല വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പം സ്വർഗം എന്നുള്ളത് അവരുടെ വിശ്വാസികളുടെ നിത്യഭവനം എന്നുള്ള നിലയിലാണ് സ്വർഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പം ദൈവം അധിവസിക്കുന്നതും വിശ്വാസികൾക്ക് നിത്യം ജീവിക്കാൻ കഴിയുന്നതുമായ ഒരു ഇടം എന്നുള്ള നിലയിൽ അവിടുത്തെ അനുഗ്രഹത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. മാത്രമല്ല അതിൻ്റെ അളവിനെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും,
എന്ന് പറഞ്ഞ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ മെച്ചം നോക്കി പടിപടിയായിട്ട് കിട്ടുന്ന അനുഗ്രഹമല്ല അത് പൂർത്തീകരിക്കപ്പെട്ടൊരു അനുഗ്രഹമാണ്. എന്തെല്ലാം അനുഗ്രഹം സ്വർഗത്തിലുണ്ടോ ആ അനുഗ്രഹമെല്ലാം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ദൈവം അവന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സാധാരണ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് അനുഗ്രഹം എന്നുള്ള വാക്കാണ്. നമ്മളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, ആ സഹോദരനെ അനുഗ്രഹിക്കണമേ, ഈ സഹോദരി അനുഗ്രഹിക്കണം, ആ സഭയെ അനുഗ്രഹിക്കണം. അത് നല്ലൊരു വാക്കാണ്, കാരണം അനുഗ്രഹം നൽകുന്ന ദൈവമാണല്ലോ. എന്നാൽ ദൈവം നമുക്ക് ഇങ്ങനെയുള്ള ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നുള്ള ഒരു അവബോധം പലപ്പോഴും ഇല്ല. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ എത്ര കാലം ഈ ലോകത്തിൽ 10-60 വയസ്സ് വരെ ജീവിക്കുമോ ആ ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൽ നിക്ഷിപ്തമാണ്. എന്നാൽ വളർച്ചയുടെ ഓരോ പടിയിൽ മാത്രമേ അത് അവർക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഈ എല്ലാ ആത്മീയ അനുഗ്രഹവും ദൈവം അവന് കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അനുഗ്രഹത്തിൻ്റെ മുഖാന്തരം ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ മാറ്റിവെച്ച് ഒരു അനുഗ്രഹവും നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനുള്ള യോഗ്യതയില്ല. കർത്താവിൻ്റെ മധ്യസ്ഥതയിലും അല്ലെ കർത്താവ് എന്ന വ്യക്തിയിലുമാണ് നമുക്ക് ഈ അനുഗ്രഹം ഇരിക്കുന്നത്. ഈ അനുഗ്രഹം അനുഭവിക്കുന്നത് വിശ്വാസികളാണ് എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇവിടെ 2 ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതും 2, ദൈവം നമ്മളെ ദത്തെടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കറിയാം. ഈ ലോകത്തിൽ നിത്യശിക്ഷാവിധിയിലേക്ക് അല്ലെ നിത്യനാശത്തിന് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ ചിലരെ ദൈവത്തിൻ്റെ നിരുപാധികമായ കൃപയുടെ അടിസ്ഥാനത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തൻ്റെ തിരുഹിതപ്രകാരം എടുത്ത മാറ്റമില്ലാത്ത ഒരു തീരുമാനത്തിനെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ആ വാക്ക് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ പ്രസ്താവന തന്നെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വാക്കിന് വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവം ഇവിടെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കും എന്നറിഞ്ഞുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ അപ്പസ്തോല പ്രവൃത്തി നമ്മൾ വായിക്കുന്നത് നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ടവരൊക്കെയും വിശ്വസിച്ചു എന്നാണ് അതേക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വില്യം ഷെഡ് എന്ന് പറയുന്ന ദേവദാസനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിയുന്നത്, മറിച്ച് വിശ്വസിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ദൈവം ചൊരിയുന്നത്. എഫേസ്യരിൽ നമ്മൾ വായിക്കുന്നത് പ്രവൃത്തികൾ നിമിത്തമല്ല വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവം നമ്മളിലേക്ക് ഈ കൃപ ദൈവം നമ്മൾക്ക് ചൊരിയുന്നു. ഇവിടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ 5 പ്രത്യേകതകളുണ്ട്. ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? ദൈവം എല്ലാവരെയും തിരഞ്ഞെടുത്തു എന്ന് ഇവിടെ പറയുന്നില്ല, നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. വിശ്വാസികളെയാണ് ദൈവം അതിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പം എല്ലാവരെയും തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു വാദഗതി ആദ്യം ലോകത്തിൽ മുമ്പോട്ട് വെച്ച് കാൾ ബാർത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. സത്യത്തിൽ പറഞ്ഞാൽ അതിൽ നിന്നാണ് സർവ്വരക്ഷാവാദം എന്നുള്ള ഒരു തെറ്റായ ഉപദേശം ലോകത്തിലുണ്ടായത്. അപ്പോൾ ദൈവം വിശ്വാസികളെ തനിക്കായി തൻ്റെ സ്വന്തമായിരിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. ആരാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത്? ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ന്യായം, ദൈവത്തിൻ്റെ വിശ്വസ്തത ഇതെല്ലാം സമ്മേളിച്ചിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഉയർച്ച താഴ്ചകളെയും കുറവുകളെയും അതിൻ്റെ പോരായ്മകളെല്ലാം ദൈവം മുൻകണ്ടുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് ക്യാൻസലാക്കുന്നില്ല. റോമാലയൻ നമ്മൾ വായിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ദേവദാസൻ ഇതിനെക്കുറിച്ച് സാധാരണ ലോകപ്രകാരം നടക്കുന്ന ഒരു ഇലക്ഷനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു 1 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ആ വോട്ട് ആരുടെ വോട്ടാണ് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ വോട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ ആ വോട്ടിനെതിരായി ലക്ഷോപലക്ഷം വോട്ട് അവിശ്വാസ പ്രമേയത്തിലൂടെ ആരെങ്കിലും ചെയ്താലും ആ വോട്ട് ഒരിക്കലും ക്യാൻസലായി പോകുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് വോട്ടിനേക്കാൾ മൂല്യമുള്ള ഒരു വോട്ടാണ് ദൈവത്തിൻ്റെ വോട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വോട്ട് എപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് ചെയ്ത വോട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, അവരൊരു ഗോത്ര വിഭാഗത്തിൽ ജനിച്ച ഒരു സ്ത്രീ ആയിരുന്നു. ഒരിക്കലും അവർക്ക് ഈ 141 കോടി ജനത്തിൻ്റെ ഉന്നതമായ പദവിയിൽ എത്തുമെന്ന് ഒരിക്കലും
അവരുടെ ജീവിതകാലത്ത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും ബഹുമാന്യമായ പദവിയിൽ അവർ ഇന്നിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായൊരു പദവിയാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ വോട്ട് ചെയ്ത് നമ്മളെ ദൈവത്തിൻ്റെ വകയായിരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. ഇപ്പോൾ റോമാലേഖനം 9-ാം അധ്യായം നമ്മൾ വായിച്ചാൽ ദൈവത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പിൽ അനീതിയുണ്ടോ എന്ന് ഒരു ചോദ്യം നമുക്ക് വരാം. എന്നാൽ അതിൽ യാതൊരു അനീതിയില്ല. ദൈവം സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. ഒരു കുശവന് തൻ്റെ കളിമണ്ണിൽ ഏത് പാത്രം അതിനെ രൂപപ്പെടുത്തണം എന്നുള്ള അധികാരം ദൈവത്തിനുണ്ട് എന്നവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം ക്രിസ്തുയേശുവിലാണ് നമ്മളെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ നേരിട്ട് തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ പാപവും നമ്മുടെ അനീതിയും നമുക്ക് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടത് ദൈവത്തിൻ്റെ ക്രോധവും ദൈവത്തിൻ്റെ ശിക്ഷയും മാത്രമാണ്. പക്ഷേ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ടവൻ എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തു നിത്യനായിരിക്കുന്ന പോലെ തന്നെ ക്രിസ്തുവിൽ നമ്മളെ കണ്ടു ദൈവം, അല്ലെ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നു. നമ്മൾ എബ്രായലേഖനത്തിൽ വായിക്കുന്നത് അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു, അല്ലെ ലേവി അവനിൽ ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ലേവി കൂടെ മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു എന്നുള്ള ഒരു ഉപദേശം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതുപോലെ ക്രിസ്തുവിൽ നമ്മൾ നിത്യമായിട്ടുണ്ടായിരുന്നു. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നുള്ള പ്രയോഗം 3 സ്ഥലത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17:24 നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ്. അവിടെ പറയുന്ന പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് എന്ന് പറയുന്ന കർത്താവിനെ കുറിച്ച് പറയാനാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് പത്രോസിൻ്റെ ലേഖനം 1:20 നമ്മൾ വായിക്കുന്നത് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് മറ്റ് 2 വേദഭാഗത്തും ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നുള്ള പ്രയോഗം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അതെത്ര ഒരു ശ്രേഷ്ഠമായ മഹത്വമേറിയ ഒരു പദവിയാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നു. നമുക്ക് അസ്തിത്വമോ നമുക്ക് ജീവനോ ജീവിതമോ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവിൽ നമ്മൾ തിരഞ്ഞെടുത്തത് എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന്. ഇതിന് 2 വശമുണ്ടെന്ന് നമുക്കറിയാം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവം നമ്മളെ കണക്കാക്കിയിരിക്കുന്നു, അല്ലെ നമ്മളെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും നമ്മൾ നിരന്തരം പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് എന്നുള്ളതുകൂടെ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: ഞാൻ ആയിരിക്കേണ്ടതുപോലെ ഇതുവരെയും ആയിട്ടില്ല, എന്നാൽ ഞാൻ ആയിരുന്ന പോലെ അല്ല ഇപ്പോഴായിരിക്കുന്നത്. അദ്ദേഹം വളരെ മോശമായൊരു പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ആളാണ്. ദൈവം ഉദ്ദേശിച്ച പടിയിലേക്ക് ഞാൻ ഇതുവരെ ആയിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ എങ്ങനെയാണോ അതുപോലെ അല്ല ഇപ്പോൾ. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം നമ്മളെ നിഷ്കളങ്കരായി വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു ജീവിതം നമുക്കുണ്ട്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഈ ലോകത്തിൽ വെച്ച് എത്തുന്നില്ലെങ്കിലും അതിലേക്കുള്ള ഒരു സഞ്ചാരത്തിലാണ് നമ്മളിവിടെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയെ ഉറപ്പാക്കപ്പെട്ടൊരു കാര്യമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവം ഒരിക്കലും ക്യാൻസലാക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം ചെയ്ത ഒരു പരിപാടിയായതുകൊണ്ട് മാനുഷികമോ അമാനുഷികമോ മരണമോ ജീവനോ ഒന്നും ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ നമ്മളെ വേർപിരിക്കാനായിട്ട് കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണെന്ന് പൗലോസ് അവിടെ ഉറപ്പിച്ച് പറയുന്നു. ഇവിടെ പിന്നീട് പറയുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ ദൈവം ദത്തെടുത്തു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നമ്മുടെ രക്ഷയെ ഉറപ്പാക്കുന്നതാണെങ്കിൽ ദത്തെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നിയമപരമായി സ്വന്തം മക്കളല്ലാത്തവരെ മക്കളുടെ പദവി അവകാശവും നൽകി എടുക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒന്നാണ് ദത്തെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം വീണ്ടും ജനനം വഴി ദത്തെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പത്രോസ് അതിനെക്കുറിച്ച് പറയുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ രക്ഷ ഉറപ്പാക്കപ്പെട്ടൊരു കാര്യമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ എല്ലാ സ്വർഗീയ അവകാശങ്ങളിലേക്കും ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നീട് ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വായിച്ച ആദ്യ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ അനുഗ്രഹത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? ഈ അനുഗ്രഹത്തോടുള്ള പ്രതികരണം
ദൈവത്തിന് പ്രത്യുപകാരമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം സ്വീകരിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ആരാധനയും നമ്മുടെ നന്ദിയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, സ്വീകരിക്കുന്നത്. അത് പൗലോസൂടെ പറയുന്നത്, ദൈവത്തിൻ്റെ സ്വർഗീയമായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിച്ചവരാണെന്നുള്ള അവബോധം നിരന്തരമായ ദൈവാരാധനയിലേക്കും ദൈവത്തോടുള്ള നന്ദിയിലേക്കും നമ്മളെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം, ആരാധന എന്ന് പറയുന്നതിൽ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് ദൈവം ആരാണെന്നുള്ള നമ്മുടെ ബോധ്യങ്ങളാണ്. ഇന്നലെ ബെന്നിസോരൻ പറഞ്ഞു, ദാനിയേലിൻ്റെ ദൈവം ഈ ലോകത്തിൻ്റെ സർവ്വാധികാരങ്ങളുടെ മേൽ സർവാധികാരിയായി വാഴുന്ന, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭരണകർത്താക്കളെയും മാറ്റുകയും അവരെ നിയമിക്കുകയും അവരുടെ മേൽ സർവ്വത്തിൻ്റെ അധികാരമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മേൽ വേറൊരു അധികാരിയില്ല. അവൻ രാജ്യങ്ങളെ മാറ്റുന്നു, രാജാക്കന്മാരെ മാറ്റുന്നു, പുതിയ രാജ്യങ്ങളെ അവൻ സ്ഥാപിക്കുന്നു, ഭരണകർത്താക്കളെ കൊണ്ടുവരുന്നു. സകലവും അവൻ്റെ നിയന്ത്രണത്തിന് കീഴാണുള്ളത്. ചിലപ്പോഴൊക്കെ ദൈവം ഇടപെടുന്നില്ല എന്ന് തോന്നിയാലും ദൈവം ഇടപെട്ടുകൊണ്ടും ദൈവം പ്രവർത്തിച്ചുകൊണ്ടും തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്. ഈ ദൈവം ഉന്നതനായിരിക്കുന്നു മാത്രമല്ല, ഈ എളിയ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് ദൈവാരാധനയിലേക്ക് നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്താനും ദൈവം ഇടയാക്കുന്നത്. ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് തിരുഹിതത്തിൻ്റെ പ്രസാദമാണ്, അത് ദൈവത്തിൻ്റെ കൃപയാണ്, അതുപോലെ നമ്മളുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നൊക്കെ ഇവിടെ നമ്മൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉള്ള ഭൗതികമായിരിക്കുന്ന കുറവുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഇല്ലായ്മകളോ, ലോകത്തിലേക്ക് മറ്റു മനുഷ്യരെ നോക്കുമ്പോൾ അവരുടെ ഉയർച്ചകളൊക്കെ നോക്കി ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ചിന്തകളും യഥാർത്ഥത്തിൽ ഈ ആത്മീയ അനുഗ്രഹത്തിൽ നിന്നൊക്കെ നമ്മുടെ ഹൃദയം വിട്ടുപോയാൽ, ജോൺ സ്റ്റോട്ട് പറഞ്ഞ പോലെ നമ്മൾ ലോകമനുഷ്യരെ പോലെ ചിന്തിക്കുന്നവരും പ്രതികരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായിട്ട് തീരും. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിച്ച പോലെ അമൂല്യമായിരിക്കുന്ന ആത്മീയ അനുഗ്രഹത്താൽ അയോഗ്യരായ നമ്മളെ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചതുകൊണ്ട് ഈ ദൈവത്തിന് നമുക്ക് ആരാധനയും നന്ദിയും നമുക്ക് സമർപ്പിക്കാം. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തതുമായിരിക്കുന്ന ഈ ആത്മീയ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നിശ്ചയമായും ആരാധന എന്ന് പറയുന്നത് ചില മണിക്കൂറുകൾ കൊണ്ടോ ചില ചടങ്ങുകൾ കൊണ്ടോ തീരുന്ന ഒന്നല്ല. അത് നമ്മുടെ നിരന്തരമായ ഒരു ജീവിത ശൈലിയാണ്. നമുക്കറിയാം, ജീവിതത്തിലുടനീളം ഈ അനുഗ്രഹത്തിൻ്റെ ഉടമയായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഈ വിളിയിൽ ദൈവം ഒരിക്കലും ലജ്ജിക്കുന്നില്ല. ഈ വിളി ദൈവം ഒരിക്കലും ക്യാൻസലാക്കുന്നില്ല. ഈ വിളി ഉറപ്പാക്കപ്പെട്ടവരായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമുക്ക് ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും വർദ്ധിപ്പിക്കാനും, നമ്മുടെ പ്രതീക്ഷകൾ ഈ ലോകത്തിൽ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളല്ല, ദൈവം നിത്യമായ സ്വർഗത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു വലിയ ആത്മീയ സമ്പത്തിനായിട്ട് നമ്മളെ ഈ ലോകത്തു നിന്ന് വിളിച്ചിരിക്കുന്നു. ആ സമ്പത്ത് ഒരിക്കലും തട്ടിയെടുക്കുവാനോ നമ്മളിൽ നിന്ന് ഒഴിവാക്കുവാനോ ലോകത്തിന് കഴിയുകയില്ല. അത് യേശുക്രിസ്തു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.